ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മാണിയങ്കാട് ഫിഷ് ഫാമിലാണ് കേട്ടോ. നമ്മളെ കുഞ്ഞു മുഹമ്മദാക്കാന്റെ ഫിഷ് ഫാമാണ്. അപ്പൊ ഫാമിൽ 4 വലിയ കുഴികൾ ഉണ്ട് കേട്ടോ. അപ്പൊ 4ലും പലവിധ മീനുകളുണ്ട്. അപ്പൊ അതിലൊരു കുഴി ഇന്ന് വിളവെടുപ്പാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു കുഴി ഇന്ന് കംപ്ലീറ്റ് വറ്റിച്ചിട്ടുള്ള മീൻപിടുത്താണ്. അപ്പൊ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. അപ്പൊ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ. അപ്പൊ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യട്ടോ. അപ്പൊ നല്ല നീളവും വീതിയും അതുപോലെ 2 മുകളിൽ വെള്ളമൊക്കെ നിന്നിരുന്ന വലിയൊരു കുഴിയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി ഇപ്പൊ മീൻ പിടിക്കാൻ പറ്റുന്ന രൂപമായിട്ടുണ്ട്. അപ്പൊ 2 ദിവസമായിട്ടാണ് ഇതിലുള്ള വെള്ളം അടിച്ച് വാർത്ത് ഇപ്പൊ ഈ രൂപമായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിലുള്ള വെള്ളം അടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നത് ഇതിന് തൊട്ടപ്പുറത്തുള്ള മറ്റു കുഴികളിലോട്ടൊക്കെ ആയിട്ടാണ് വെള്ളം അടിച്ച് വിട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇവിടെ ഒരു ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് മീൻ പിടിച്ച് നേരെ കൊടുന്നാക്കാനുള്ള ഒരു വലിയൊരു ടാങ്ക് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെറിയ തോതിൽ മീൻപിടുത്തം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു മേലെ ഭാഗങ്ങളിലുള്ള മീനുകളൊക്കെ പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ ഉണ്ട് മീൻ പിടിക്കാൻ. അപ്പൊ ഒരു അടിപൊളി വീഡിയോ ആയിരിക്കും. വീഡിയോ അവസാനം വരെ കാണട്ടോ. അപ്പോൾ ഈ ഒരു വലിയ കുഴിക്കുള്ളിൽ തന്നെ ചെറിയ 2 കുഴികളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കുഴിയിലോട്ടായിട്ട് ഒരു കുഴി അവിടെ വരുന്നുണ്ട്. അവിടെ വെള്ളം ആ ഒരു കുഴിയിലോട്ട് ഒതുങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു കുഴി ഇതേ നമ്മളെ സുഹൃത്തുക്കൾ ഇപ്പോൾ ഈ ഒരു മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ആ ഒരു കുഴിയുടെ ചുറ്റുഭാഗത്ത് നിന്നാണ് കേട്ടോ. അപ്പോൾ അതായത് ഒരു സുഹൃത്തിൻ്റെ കാലം അവിടെയുള്ള ആ ഒരു കുഴിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് മെയിനായിട്ട് ആ ഒരു കുഴി വരുന്നത്. അപ്പോൾ ഈ ഒരു കുഴിയിലോട്ട് വെള്ളം ഇതെങ്ങനെ ഒതുങ്ങി തുടങ്ങുന്നുണ്ട്. അവിടെ മിഷീൻ റണ്ണായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ അടിച്ച് വാർത്തുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുഴിയുടെ മുകൾ വശത്ത് ഉള്ള മീനുകൾ നമ്മളെ സുഹൃത്തുക്കൾ കൈവല ഉപയോഗിച്ച് ഇങ്ങനെ കോരി ഡ്രമ്മിലോട്ട് ആക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വരാലും അതുപോലെ നമ്മളെ തിലോപ്പിയ അതും ഉണ്ട്. അപ്പോൾ ആ 2 ടൈപ്പ് മീനുകളാണ് കൂടുതലും കിട്ടുന്നത്. കൂടാതെ അനാബസ് ഒക്കെ കിട്ടുന്നുണ്ട് സിലോപ്പി കുട്ടന്മാര്. മീനുകളൊക്കെ ഇതുപോലുള്ള ഡ്രമ്മിലാക്കിയിട്ടാണ് കേട്ടോ മുകളിലോട്ട് കൊണ്ടുവന്ന് ഇതുപോലെ ഈ ഒരു ടാങ്കിലോട്ട് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം ഏകദേശം വെള്ളം ഇവിടെ ഉള്ള ഒരു കുഴിയിലോട്ട് ഒതുങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും മേലെ ഭാഗത്തുള്ള വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. പക്ഷെ വരാല് പോലുള്ള മീനുകളത് അവിടെ ഒരുപാടുണ്ട്. നമ്മളെ സുഹൃത്തുക്കൾ ഇങ്ങനെ കോരി എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ സുഹൃത്തുക്കൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു കുഴിയുടെ മുകൾ വശത്ത് നിന്നുള്ള മീനുകളൊക്കെ അരിച്ച് പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വെള്ളം ഏകദേശം ആ ഒരു കുഴിയിലോട്ട് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് കേട്ടോ മീൻപിടുത്തം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കുഴിയിലുള്ള വെള്ളം ഇങ്ങനെ അടിച്ച് വാർത്തുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം താഴും തോറും മീനുകൾ ഇങ്ങനെ കിടന്നതിൽ തിളക്കുന്നൊരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര ചെറിയൊരു കുഴിയിൽ അതും ഇതുപോലൊരു കുഴിയിൽ ഇത്രത്തോളം മീനുകളെ ഒരുമിച്ച് കാണുന്നത്. മീനിൻ്റെ ചാകര എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് കേട്ടോ.
കംപ്ലീറ്റ് മീനാട്ടാ. അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾ ഇതേ കൈവല ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും ഒക്കെ കോരിയാണ് കേട്ടോ. അപ്പോൾ ഓരോ കോരലിലും ആ ഒരു വല പൊക്കാൻ പറ്റാത്ത അത്രയും വെയിറ്റിൽ മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുന്ന മീനുകളൊക്കെ മുകൾ വശത്തോട്ട് വെച്ച് കൊടുക്കും. അപ്പം മുകളിലും ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ മുകളിൽ നിന്ന് ആ ഒരു വല ആ ഒരു ചെറിയ ഡ്രമ്മിലോട്ട് കൊട്ടും. ചുറ്റുഭാഗവും ഡ്രമ്മുകളും വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു കുഴിയുടെ. അപ്പോൾ അതിലോട്ടൊക്കെ ആയി കൊട്ടി മുകളിലോട്ട് കൊണ്ടുപോയി ഇത് അവിടെയുള്ള ആ ഒരു ടാങ്കിൽ കൊണ്ടുപോയി ഇടും കേട്ടോ. ഇതുപോലെ മീൻ ഈ ഒരു കുഴിയിൽ ഒതുങ്ങാത്ത ആ ഒരു ലെവലിൽ മീൻ കിട്ടാ. ഒക്കെ പിടിച്ചില്ല. എന്താണ് വല ഫുള്ളായിട്ടാ. അതുപോലെ കമ്മിലോട്ട് അവിടെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോയി മുകളിലിട്ടാ. അപ്പോൾ ഈ ഒരു കുഴിയിൽ ഇറങ്ങി കോരുന്ന സുഹൃത്തുക്കൾക്ക് അവിടെ നിന്ന് മുന്നോട്ടോ പിന്നോട്ടൊക്കെ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൽ മീനുകൾ ഇങ്ങനെ ലെയറായിട്ട് കിടക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു മേലെ ഭാഗങ്ങളിൽ കാണുന്ന മീൻ മാത്രമല്ല അതിനടിയിലോട്ട് ഇങ്ങനെ മീൻ ഇങ്ങനെ അട്ടിക്കിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കാല് വെച്ചോടത്തുനിന്ന് ഇളക്കണം എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ മീനാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിന്നോടത്ത് തന്നെ കോരിയാണ് കേട്ടോ കൂടുതൽ ഇവർ ചെയ്യുന്നത്. മുകൾ വശത്ത് നിന്ന് ഇങ്ങനെ മീൻ കോരി എടുക്കുമ്പോൾ താഴെ നിന്ന് ഇങ്ങനെ പൊന്താണ്. ആ ഒരു ലെയർ ഇങ്ങനെ കനം കുറഞ്ഞ് വരികയാണ്. പക്ഷെ മീൻ കാണുമ്പോൾ നമുക്കിതിൽ മീൻ കഴിയാത്ത പോലെ തോന്നുകയാണ്. മീൻ ഇങ്ങനെ എടുക്കും തോറും കൂടുന്ന പോലെ നമുക്ക് തോന്നുന്നത് കാണുമ്പോൾ കേട്ടോ. കോരി എടുക്കട്ടെ. ഒന്നുമില്ല. അപ്പോൾ പിടിച്ച മീനുകൾ ഇത് കംപ്ലീറ്റ് ഇവിടെ ഈ ഒരു ടാങ്കിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നതായിരിക്കും എത്രത്തോളം മീൻ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഓല അതുപോലെ വാഴയുടെ തണ്ടൊക്കെ വാഴയുടെ ഇലൊക്കെ വെട്ടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇതിലുള്ള വെള്ളം ഇങ്ങനെ അരമണിക്കൂർ 1 മണിക്കൂറോ കൂടുമ്പോൾ ഇങ്ങനെ ചേഞ്ച് ആക്കുന്നുണ്ട്. കാരണം ചളിയിൽ നിന്ന് നമ്മൾ പിടിച്ച് നേരെ കൊടുന്നാക്കുമ്പോൾ നല്ല വെള്ളത്തിലാവും. അപ്പോൾ ഇതിൻ്റെ വരാലിൻ്റെ ഒക്കെ ചേളയിലൊക്കെ ചളി കയറി കഴിഞ്ഞാൽ മീൻ ചാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല വെള്ളത്തിൽ കുറച്ചു നേരം കിടക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഫ്രഷ് ആവും. അപ്പോൾ വെള്ളം ഇങ്ങനെ കലങ്ങി തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു വെള്ളം ചെയ്യുന്നുണ്ട് കേട്ടോ. അതെ, അവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവരികയാണ് ഡ്രമ്മിലാക്കിയിട്ട്, ചെറിയ ഡ്രമ്മിൽ. ഇപ്പോഴും ആ ഒരു കുഴിയുടെ അവസ്ഥ മീനുകളിങ്ങനെ അട്ടിക്കിട്ട പോലെ കിടക്കട്ടെ.
അപ്പൊ ഇവിടെ ഉള്ള ഈ ഒരു കുഴിയിലുള്ള മീൻ കംപ്ലീറ്റ് തൂത്തു വാരിയിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം പോലും ഇല്ലാതെ നമ്മളെ സുഹൃത്തുക്കൾ കോരിയിട്ടും അതുപോലെ കംപ്ലീറ്റ് വറ്റിച്ച് അരിച്ച് പെറുക്കി പിടിച്ചിട്ടുണ്ട് കേട്ടാ. ഏകദേശം ഒരു 3-4 മണിക്കൂർ കണ്ടിന്യൂ ആയി നിന്നിട്ട് ആണ് ഇതിലുള്ള മീൻപിടുത്തപ്പോ കഴിഞ്ഞത്. അപ്പൊ ചേട്ടാ ഇതാണ് നമ്മളെ മുഹമ്മദാക്ക, നമ്മളെ ഈ ഒരു ഫാമിന്റെ ഓണർ ഇട്ടാ. മുഹമ്മദാക്ക ഇതിലിപ്പോ എത്ര കുട്ടികളെ കൊടുന്നാക്കിയിരുന്നു? നമ്മള് 7000 കുട്ടികളെ കൊടുന്നാക്കിന്നല്ല. അതിലിപ്പോ നമുക്കിപ്പോ ഏകദേശം ഇപ്പൊ എത്ര കിട്ടിയിട്ടുണ്ടാവും? 4000 കിട്ടിയിട്ടുണ്ടാവും അല്ലെ. ബാക്കി ഇപ്പോ കൊറേ അപ്പൊ ഈ ഒരു ഇതിന്റെ അപ്പുറത്ത് ഒരു കായലാണ്, ചെറിയ താമരൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ കൊറേ മഴ പെയ്ത് വെള്ളം പൊന്തിയിട്ട് കൊറേ മീനുകൾ അപ്പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു 4000-ഓളം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇതും കൂടി പിടിക്കാണ്ടല്ലേ. അപ്പൊ ഏകദേശം ഇപ്പൊ നമ്മളതിന്റെ മീനിന്റെ സൈസൊക്കെ എത്ര? 1 കിലോ 800-900 ഗ്രാം, 1 കിലോന് ഒന്നിന്റെ മേലൊക്കെ 3/4 കിലോന്റെ മേലൊക്കെ ഉള്ളതാണല്ലേ. അപ്പൊ നമ്മള് കണ്ടതിലിപ്പോ 1-1.5 കാണുന്നുണ്ട്. പല അപ്പൊ ഈ ഒരു വലിയ കുഴിയിൽ ഇനി ചെറിയ കുഴി കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അതിലോട്ട് നമ്മളെ സുഹൃത്തുക്കൾ അവിടെ മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വെള്ളം വിടുന്നത് നമ്മളിപ്പോ പിടിച്ച ആ ഒരു കുഴിയുടെ ആ ഒരു ഭാഗത്തോട്ടാണ് തൂക്കം വരുന്നത്. അപ്പൊ അങ്ങോട്ട് നേരെ അടിച്ചു വിടുകയാണ് കേട്ടോ. അപ്പൊ ഇതൊരു ചെറിയ കുഴിയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് അതിലുണ്ടായിരുന്ന അത്ര മീൻ ഇതിൽ ഉണ്ടാവൂല എന്തായാലും. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എത്രത്തോളം മീൻ ഇതിൽ ഉണ്ടാവും എന്നൊക്കെ നോക്കട്ടെ. അപ്പൊ അതേ വെള്ളം പറ്റി നമ്മളെ സുഹൃത്തുക്കൾ മീൻപിടുത്തം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു 1.5 സാധനട്ടാ. അതൊക്കെയാണ് വലുത് പറ്റുള്ളൂ. അത് ചേട്ടാ വീട്ടൊക്കെ എടുത്താ സാധനം ചേട്ടാ. എത്ര ഉണ്ടാവും ചെയ്യപ്പെട്ട? ഏകദേശം 2 കിലോ ഉണ്ടാവും. 2 കിലോ ഉണ്ടാവും അല്ലേ. അപ്പൊ നമ്മളെ സുഹൃത്തുക്കളെ ഈ ഒരു ചെറിയ കുഴിയിലുള്ള മീനും കംപ്ലീറ്റ് അരിച്ചു പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതോടെ നമ്മളെ ഈ ഒരു വലിയ കുഴിയിലുള്ള കംപ്ലീറ്റ് മീൻപിടുത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ നമ്മളെ ഫുട് വാൾവൊക്കെ മുകളിലോട്ട് കയറ്റി മോട്ടറും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഇനി നേരെ ഈ ഒരു മോട്ടർ അപ്പുറത്തെ കുഴിയിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് ഇതിലോട്ട് ഇപ്പൊ പിടിച്ച ഈ ഒരു കുഴിയിലോട്ട് വെള്ളം അടിച്ച് വാർക്കൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോയിൽ ഈ ഒരു വലിയ കുഴി വറ്റിച്ച് മീൻ പിടിക്കുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പൊ മാണിയങ്കാട്ടത്തെ 2ാമത്തെ കുഴി വറ്റിക്കൽ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടാങ്കിൽ ഇപ്പൊ കാണുന്ന മീനുകളാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഈ ഒരു കുഴി വെച്ചിച്ച് വിളവെടുപ്പ് നടത്തിയ കംപ്ലീറ്റ് മീനുകളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. കംപ്ലീറ്റ് ഈ ഒരു ടാങ്കിലാണ് കൊടുന്നാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. വരാലും തിലോപ്പി അതുപോലെ അനാബസ് ഒക്കെ അതില് മിക്സ് ആയിട്ടാണ് കേട്ടോ. അപ്പൊ മീൻപിടുത്തം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മീനുകൾ കംപ്ലീറ്റ് മാർക്കറ്റുകളിലോട്ട് എത്തണം. അപ്പൊ മാർക്കറ്റിൽ നിന്ന് ഈ ഒരു മീൻ കംപ്ലീറ്റ് ആയി വാങ്ങിച്ചൊരു ടീമിന്റെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു വണ്ടിയിൽ കംപ്ലീറ്റ് ഡ്രമ്മുകളൊക്കെ നിറച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ചെറു വണ്ടിയാണ്. അപ്പൊ മുകളിൽ ഈ ഒരു ഫാമിന് പുറത്ത് വലിയ വണ്ടി നിർത്തും. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ നിന്നാല് ടാങ്കുകളൊക്കെ അങ്ങോട്ട് മാറ്റും. അപ്പൊ ആ രീതിയിലാണ് ഇവർ കൊണ്ടുപോവാറ് സാധാരണ. തൂക്കം നോക്കാനുള്ള തുലാസ് കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ആ ഒരു മീൻ ആക്കിയിട്ടുള്ള ടാങ്കിലോട്ട് 1-2 സുഹൃത്തുക്കൾ ഇറങ്ങി കൈവല ഉപയോഗിച്ചത് അതിൽ നിന്ന് കോരി എടുത്ത് ആ ഒരു ചെറിയ ഡ്രമ്മിലോട്ട് നിറക്കുന്നുണ്ട് കേട്ടോ. ശേഷം ആ ഒരു ഡ്രം അതേ തുലാസിന് മുകളിൽ നോക്കി
എടുത്തിട്ടാണ് ആ ഒരു വണ്ടിയിലുള്ള ഡ്രമ്മിലോട്ട് കൊണ്ടുപോയി രണ്ടുപേര് ചേർന്ന് കൊണ്ടുപോയി ശരിയാണ് ചെയ്യുന്നത്. അത്തരത്തിലാണ് ഇവിടെ നിന്ന് മീനുകൾ ആ ഒരു വണ്ടിയിലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഒരു ടാങ്കിൽ നിന്ന് മീനുകളെ കോരിയെടുക്കാൻ പാകത്തിനത് ആ ഒരു ടാങ്കിലുള്ള വെള്ളമൊക്കെ ലെവല് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലുള്ള വെള്ളം കുറച്ച് ഒഴിവാക്കി അതിന്റെ പാകത്തിനാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മീന് ഈ ഒരു വല കൊണ്ട് കോരിയെടുക്കുമ്പോൾ തന്നെ അതിൽ ഡെഡ് ആയിട്ടുള്ള മീനുകൾ വരാലായിക്കോട്ടെ, അതുപോലെ തിലോപ്പി, അതുപോലെ മറ്റ് മീനുകളൊക്കെ വേർതിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പോ കൊണ്ടുപോകുന്നത് മെയിനായിട്ട് വരാലാണ്. അതിന് ശേഷം മറ്റു മീനുകളും തൂക്കി അതിൻ്റെതായിട്ടുള്ള ലെവലിൽ കൊണ്ടുപോകട്ടാ. അപ്പൊ ഇന്ന് നമുക്ക് വിളവെടുപ്പ് നടത്തിയിട്ട് കിട്ടിയിട്ടുള്ള മീനുകളുടെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2000 കിലോനാണ് നമുക്ക് ആകെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 1700 കിലോ വരാല് മാത്രം തന്നെ ഉണ്ടായിരുന്നു. മറ്റ് തിലോപ്പി അതുപോലെ ഡെഡ് ആയിട്ടുള്ള വരാലും ഒക്കെ കൂടി ചേർന്ന് ഒരു 100-300 കിലോ അതും ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടലാണ് ഒരു 2000 പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചൊരു മീൻ ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം നമ്മളൊരു 7000 കുഞ്ഞുങ്ങളെ കൊടുന്നാക്കി 4000 കുഞ്ഞുങ്ങളെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതിലും കുറവേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ പ്രതീക്ഷിച്ചതിനേക്കാളും മീന് പുറത്തോട്ടൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കുറയാൻ കാരണം. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.